ഇന്നു വായിക്കുന്ന വിശുദ്ധ വേദഭാഗം ലേവ്യ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള ദൈവവചനം കേൾപ്പീൻ. യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്ത് നടന്നതുപോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്ത് നടന്നപോലെയും അരുത്. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ആകയാൽ എൻ്റെ ചട്ടങ്ങളെയും ന്യായങ്ങളെയും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു. നിങ്ങളിൽ ആരും തനിക്ക് രക്തബന്ധമുള്ള യാതൊരുത്തരുടെയും നഗ്നത അനാവർത്തമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത്. ഞാൻ യഹോവയാകുന്നു. നിന്റെ അപ്പൻ്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവർത്തമാക്കരുത്. അവൾ നിന്റെ അമ്മയാകുന്നു. അവളുടെ നഗ്നത അനാവർത്തമാക്കരുത്. അപ്പൻ്റെ ഭാര്യയുടെ നഗ്നത അനാവർത്തമാക്കരുത്. അത് നിന്റെ അപ്പൻ്റെ നഗ്നതയല്ലോ. അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ നിന്റെ സഹോദരിയുടെ നഗ്നത അനാവർത്തമാക്കരുത്. വീട്ടിൽ ജനിച്ചവരായാലും പുറമെ ജനിച്ചവരായാലും അവരുടെ നഗ്നത അനാവർത്തമാക്കരുത്. നിന്റെ മകൻ്റെ മകളുടെ നഗ്നതയോ മകളുടെ മകളുടെ നഗ്നതയോ അനാവർത്തമാക്കരുത്. അവളുടെ നഗ്നത നിന്റെ നഗ്നതയല്ലോ. നിന്റെ അപ്പന് ജനിച്ചവളും അവൻ്റെ ഭാര്യയുടെ മകളുമായവളുടെ നഗ്നത അനാവർത്തമാക്കരുത്. അവൾ നിന്റെ സഹോദരിയല്ലോ. അപ്പൻ്റെ സഹോദരിയുടെ നഗ്നത അനാവർത്തമാക്കരുത്. അവൾ അപ്പൻ്റെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലോ. അമ്മയുടെ സഹോദരിയുടെ നഗ്നത അനാവർത്തമാക്കരുത്. അവൾ നിന്റെ അമ്മയുടെ അടുത്ത ചാർച്ചക്കാരത്തിയല്ലോ. അപ്പൻ്റെ സഹോദരിയുടെ നഗ്നത അനാവർത്തമാക്കരുത്. അവൻ്റെ ഭാര്യയുടെ അടുക്കുകയുമരുത്. അവൾ നിന്റെ ഇളയമ്മയല്ലോ. നിന്റെ മരുമക്കളുടെ നഗ്നത അനാവർത്തമാക്കരുത്. അവൾ നിന്റെ മകൻ്റെ ഭാര്യയല്ലോ. അവളുടെ നഗ്നത അനാവർത്തമാക്കരുത്. സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത അനാവർത്തമാക്കരുത്. അത് നിന്റെ സഹോദരൻ്റെ നഗ്നതയല്ലോ. ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അനവർത്ഥമാക്കരുത്. അവളുടെ മകൻ്റെയോ മകളുടെയോ മകളുടെ നഗ്നത അനവർത്ഥമാകുമാറു അവരെ പരിഗ്രഹിക്കരുത്. അവർ അടുത്ത ചാർച്ചക്കാരല്ലോ. അത് ദുഷ്കർമ്മം. ഭാര്യ ജീവനോടെ ഇരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിപ്പാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവർത്തമാകുമാറു അവളെ കൂടെ പരിഗ്രഹിക്കരുത്. ഒരു സ്ത്രീ ഋതുനിമിത്തം അശുദ്ധമായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാകുമാറു അവളോട് അടുക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയോട് കൂടെ ശയിച്ച് അവളെ കൊണ്ട് നിന്നെ അശുദ്ധമാക്കരുത്. നിന്റെ സന്തതിയിൽ ഒന്നിനെ മോലേക്കിന് അർപ്പിച്ച് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്. ഞാൻ യഹോവയാകുന്നു. സ്ത്രീയോട് എന്ന പോലെ പുരുഷനോട് കൂടെ ശയിക്കരുത്. അത് മ്ലേച്ഛത. യാതൊരു മൃഗങ്ങളോട് കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധമാക്കരുത്. യാതൊരു സ്ത്രീയെയും ഒരു മൃഗങ്ങളോടും കൂടെ ശയിക്കേണ്ടതിന് അതിൻ്റെ മുമ്പിൽ നിൽക്കുകയുമരുത്. അത് നികൃഷ്ടം. ഇവയിലൊന്നും കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുന്ന ജാതികൾ ഇവയാൽ ഒക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. ദേശവും അശുദ്ധരായി തീർന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ച് കളയുന്നു. ഈ മ്ലേച്ഛത ഒക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു.
ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികൾ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങളെ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെയും വിധികളെയും പ്രമാണിക്കും. ഈ മ്ലേച്ഛതകളിൽ യാതൊന്നും സ്വദേശികളാകട്ടെ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളാകട്ടെ ചെയ്യരുത്. ആരെങ്കിലും ഈ സകല മ്ലേച്ഛതകളിൽ ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. ആകയാൽ നിങ്ങൾക്ക് മുമ്പ് നടന്ന ഈ മ്ലേച്ഛതകളിൽ യാതൊന്നും ചെയ്യാതെയും അവയാൽ അശുദ്ധരാകാതെയും ഇരുപ്പാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വേദപാഠം വായിച്ച് അവസാനിപ്പിക്കുന്നു. Awesome, Lord God.